ഹായ് വെൽക്കം IT ആൻഡ് സൈബറിലോ അല്ലെ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള നമ്മുടെ ഈ പുത്തൻ കിടിലൻ ഫുൾ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എയിം സ്റ്റഡീസിന്റെ അടുത്ത ഒരു കോഴ്സാണിത്. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവിഷനും ഉണ്ടായിരിക്കും, പോളും ഉണ്ടായിരിക്കും. മീൻസ് ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് ചെയ്ത് നമുക്ക് പോകുമ്പോഴത്തേക്കും സൂപ്പറായി സെറ്റ് ആവും. ഫുൾ സിലബസും കവറാം. അപ്പൊ അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് 10 അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പം നോക്കിക്കേ, നല്ലൊരു കോട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോബഡി ക്യാൻ ഗോ ബാക്ക് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ബിഗിനിങ്, ബട്ട് എനിവൺ ക്യാൻ സ്റ്റാർട്ട് ടുഡേ ആൻഡ് മേക്ക് എ ന്യൂ എൻഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫെയ്റ്റിന് മാറ്റിമറിക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ പോവുകയാണ്. അതിന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. അപ്പൊ ആദ്യമേ കുഞ്ഞു കുഞ്ഞു ഇൻട്രൊഡക്ഷൻസ് ഇല്ല, എല്ലായിടത്തും എന്താ കമ്പ്യൂട്ടർ എന്നൊക്കെ ഇപ്പം പറയത്തില്ലേ. അപ്പം അതുപോലത്തെ ഒരു ഇൻട്രോയാണിത്. നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ യൂസറിൽ നിന്നും ആവശ്യമായ ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിംഗ് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. എന്താ കമ്പ്യൂട്ടർ? ഇങ്ങനെ ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കത്തില്ല, അതപ്പോ പോട്ടെ. അപ്പം കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളത് കിട്ടില്ല. യൂസറിൽ നിന്ന് ഇൻപുട്ട് കിട്ടുന്നു, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരികയും ചെയ്യുന്നു, അല്ലെ? അത്രേ ഉള്ളൂ. അപ്പം കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ ഇത് ചോദിക്കുന്നതാ. താഴെ തന്നിട്ടുള്ളവയിൽ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് സവിശേഷതകളിൽ പെടുന്നത് ഏതൊക്കെയെന്ന് ചോദിക്കും. നോക്കിക്കേ, സ്പീഡ്, ആക്യുറസി, സ്പീഡ് വേണം, കൃത്യത വേണം, വേണ്ടേ? പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി, പിന്നെ വേഴ്സിറ്റാലിറ്റി. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പം എന്തൊക്കെ? സ്പീഡ്, ആക്യുറസി, സ്റ്റോറേജ്, പിന്നെ വേഴ്സിറ്റാലിറ്റി. ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മാത്രം മതി. ഇനി നോക്കിയേ, ഒരാള് ഈ സിസ്റ്റത്തെ നോക്കി പേടിച്ചിരിക്കുന്നത് കണ്ടോ, അല്ലെ? പേടിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫോബിയ എന്ന്. ഓക്കെ, പേടിക്ക് പറയുന്നത് ഫോബിയ, അല്ലെ? കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ ഫോബിയ. ഓക്കെ, കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ ഫോബിയ. സൈബർ കമ്പ്യൂട്ടർ, അല്ലെ? ഫോബിയ മീൻസ് ഫിയർ. അപ്പൊ ഈ പടവും കണ്ടല്ലോ. അപ്പം സൈബറോഫോബിയ മീൻസ് കമ്പ്യൂട്ടറിനോടുള്ള ഫിയർ ആണ്. ഓക്കെ അല്ലെ? അപ്പം ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? സ്പീഡ്, ആക്യുറസി, സ്റ്റോറേജ് കപ്പാസിറ്റി, വേഴ്സിറ്റാലിറ്റി. ഓക്കെ, ശരി. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങൾ, നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നതാണ് ഡേറ്റ. ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താ? ഡേറ്റ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇപ്പം ഒരു ഹായ് അടിക്കുക നമ്മൾ, അല്ലെ? ഹായ് അടിക്കുമ്പോൾ നമ്മൾ ഈ അടിച്ചു കൊടുത്തില്ലേ അങ്ങോട്ട്, അല്ലെ? പ്രസ് ചെയ്ത് കൊടുത്ത ഹായ് ഇല്ലേ, അതിന് പറയുന്നത് എന്താ? ഡേറ്റ എന്നാണ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതിന് ഇൻഫർമേഷൻ എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഇൻപുട്ട് കൊടുത്തത് എന്താ? ഡേറ്റ. ഔട്ട്പുട്ട് കിട്ടിയത് എന്താ? ഇൻഫർമേഷൻ. ഇത് ഓർത്ത് വെച്ചോളൂ. ഇത് നല്ല കിടിലൊരു സംഭവം. എന്താ പറയാ, ഒരു 99% ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഇത് വായിച്ചു നോക്കാത്തവർക്ക് ഇത് കിട്ടത്തില്ല. കാരണം ഇതെന്താ, നമുക്ക് മനസ്സിലാവില്ല. ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഡേറ്റ, ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താ? ഇൻഫർമേഷൻ. ഇനി മറക്കത്തില്ലല്ലോ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഡേറ്റ, ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. ഇത്ര ഓക്കെ അല്ലേ? റെഡി? അപ്പം ഇൻപുട്ട് കൊടുക്കുന്നത് ഡേറ്റ, ഔട്ട്പുട്ട് കിട്ടുന്നത് ഇൻഫർമേഷൻ ആണ്. ആ പ്രോസസ്സിങ്ങിന് പറയുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന്. ഓക്കെ, ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നതിന് പറയുന്നതാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന്. പഠിച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇൻപുട്ട് ഡേറ്റ ആണെന്നും ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ആണെന്നും ഓർത്ത് വെച്ചോണം. കമ്പ്യൂട്ടറിനുള്ള പേടി എന്താ? സൈബറോഫോബിയ. കമ്പ്യൂട്ടറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? സ്പീഡ് ഉണ്ട്, ആക്യുറസി ഉണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, വേഴ്സിറ്റാലിറ്റി ഉണ്ട്, പിന്നെ കുറെ എണ്ണം തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കാറുള്ളതാ. ഓക്കെ, ഇനി നോക്കിക്കേ, ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC എന്നുള്ളത്. നിങ്ങൾ ഈ റൈറ്റ് സൈഡിലെ പടം കണ്ടോ? ഒരു അലമാര പോലെ, കൊണ്ടത്തെ ഒരു അലമാര പോലെ ഇരിക്കുന്നില്ലേ? അപ്പം ഇതാണ് ENIAC എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC. ഓക്കെ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് ENIAC. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തായാലും ENIAC ഓർത്തോണം. ഇത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ കേട്ടോ. ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ENIAC ആണ്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ENIAC ആണ്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അപ്പം ഇങ്ങനെ ഓർക്കാം, ഫസ്റ്റ് ഇലക്ട്രോണിക് ഇ. ഓക്കെ, ഫസ്റ്റ് ഇലക്ട്രോണിക് ഇ, ENIAC. ഇലക്ട്രോണിക് ഇ അല്ലേ, അത് ENIAC. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആണ് യൂണിവാക്. ഇലക്ട്രോണിക് ENIAC, ഇ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാലോ. ഇയും ഇലക്ട്രോണിക് ENIACും ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആണ് യൂണിവാക്. ഓക്കെ, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരുന്നു എല്ലാവർക്കും. അപ്പൊ അത് യൂണിവേഴ്സലി അവൈലബിൾ ആണെന്ന് നമ്മൾ പറയത്തില്ലേ? കൊമേഴ്ഷ്യലി നമുക്കിത് കിട്ടുന്ന സംഭവമാണ്, യൂണിവേഴ്സലി കിട്ടുന്ന സാധനമാണെന്ന് പറയാം. എല്ലായിടത്തും കിട്ടും. പക്ഷെ ഈ ENIAC അങ്ങനല്ല. അപ്പം കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക്, കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക്, കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ആണ്. ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ് അബാക്കസ്. ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. അപ്പൊ ENIACും യൂണിവാക്കും കിട്ടിയല്ലോ. ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIACും കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക്കും ആണ്.
ഇനി ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്താ? അബാക്കസ്. ഈ പടം കണ്ടല്ലോ, അബാക്കസ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പോ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു, അതിനെന്ത് പറയും? ഡേറ്റ അല്ലെ? ഓക്കെ. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നു, അതിനെന്ത് പറയും? ഇൻഫർമേഷൻ. ഇത്രയും കാര്യം കിട്ടിയോ? കമ്പ്യൂട്ടറിനുള്ള പേടി എന്താ? സൈബറോഫോബിയ അല്ലെ? ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ നിങ്ങൾ ഈ കാണുന്നത് പാസ്കൽ എന്ന് പറയും. മെക്കാനിക്കൽ കാൽക്കുലേറ്റർ സംഭവം കണ്ടോ? കുറച്ചു മുന്നേ നമ്മൾ എന്താണ്, ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം അബാക്കസ് ആണ്. എന്നാൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ പാസ്കലിനാണെന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ. ഇനി ലോഗരിതം ടേബിൾ തയ്യാറാക്കിയ ആളെ ഓർത്ത് വെച്ചോളൂ, ജോൺ നേപ്പിയർ. ലോഗരിതം ടേബിൾ ജോൺ നേപ്പിയർ. അപ്പം ടേബിളിൽ വെച്ചാണ് നമ്മൾ തേക്കുന്നത്, തുണിയൊക്കെ തേക്കുന്നില്ലേ, ആ ടേപ്പിയർ എന്നങ്ങ് ആക്കിയാൽ മതി, ഇത് കിട്ടിക്കോളും. ഓക്കെ. ലോഗരിതം ടേബിൾ ജോൺ ടേപ്പിയർ. ടേബിളിൽ തേക്കും. ഇതും ജസ്റ്റ് ഓർത്ത് വെക്കുക, അല്ലാതെ അത്രയും പ്രയോറിറ്റി കൊടുക്കണ്ട, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പാസ്കലിനാണ്. ലോഗരിതം ടേബിൾ തയ്യാറാക്കിയത് ജോൺ നേപ്പിയർ ആണ്. ടേബിൾ വെച്ച് തേക്കുന്നത്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതായിരുന്നു? ഇലക്ട്രോണിക് ENIAC അല്ലെ? ആദ്യത്തെ യൂണിവേഴ്സൽ കമ്പ്യൂട്ടർ ഏതായിരുന്നു? അല്ല, കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ. ഓക്കെ, അത് യൂണിവാക് ആയിരുന്നു. ഓക്കെ അല്ലെ? കൊമേഴ്ഷ്യലും യൂണിവേഴ്സലും വെച്ച് നമ്മൾ യൂണിവാക് കണക്ട് ചെയ്തോളാം കേട്ടോ. ശരി. ഇനി പഞ്ച് കാർഡ് ഉണ്ട്. ഓക്കെ, പഞ്ച് കാർഡ് ഹെർമൻ ഹോളറിത്ത് ആണ്. നിങ്ങൾ ഇത് എങ്ങനെ ഓർത്ത് വയ്ക്കും? നമ്മൾ പേപ്പർ പഞ്ച് ചെയ്യത്തില്ലേ? പഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വട്ടം കിടക്കും, അതിനെന്താ പറയാ? ഹോള്. അപ്പൊ പേപ്പറിൽ പഞ്ച് ചെയ്യുമ്പോൾ ഹോള് വരും. പഞ്ച് കാർഡ് ഹോളറിത്ത്. പഞ്ച് ചെയ്യുമ്പോൾ ഹോള് വരും. പഞ്ച് കാർഡ് ഹെർമൻ ഹോളറിത്ത്. ഓക്കെ. ലോഗരിതം ടേബിളിൽ വെച്ച തേക്കുന്നത് ടേപ്പിയർ ജോൺ നേപ്പിയർ. അതും കിട്ടും. ഓക്കെ. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ഡിജിറ്റൽ, കേട്ടോ, ഈ വാക്കൂടെ ചേർത്താലേ ഇത് ശരിയാവുള്ളൂ. ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ടിഫ്രാക്ക്. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാ? ടിഫ്രാക്ക് ആണെന്ന് ഓർത്തിട്ടുണ്ട്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ ടിഫ്രാക്ക് ആണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ടിഫ്രാക്ക് ആണ് ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ? ഇനി കുറച്ച് വിവരങ്ങളൊന്നും ജസ്റ്റ് നോക്കിക്കേ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലേ. ഞാൻ ഇരിക്കുമ്പോൾ മറഞ്ഞു പോകുന്ന പടങ്ങളില്ലേ, അത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എടുത്തെടുത്ത് കാണിക്കുക, അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കണ്ട കേട്ടോ. ശരി. അനലോഗ് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ അളവ് നോക്കിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ അനലോഗ് കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ഓർത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇതിന്റെ യൂസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതത്തുള്ളൂ. അനലോഗ് കമ്പ്യൂട്ടേഴ്സ് കണ്ടോ, അതേ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നേ. ഓക്കെ. അപ്പൊ ഇതിന്റെ യൂസ് എന്താ? വോൾട്ടേജ് മെഷർ ചെയ്യാം അല്ലെ? സ്പീഡ്, വേഗത മെഷർ ചെയ്യാം. പ്രഷർ, മർദ്ദം, ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഈ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അളവുകളെ അടിസ്ഥാനമാക്കി അനലോഗ്. ഓക്കെ അല്ലെ? അളവുകളെ അടിസ്ഥാനമാക്കി അനലോഗ്. അപ്പൊ അനലോഗ് കമ്പ്യൂട്ടർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് PSC ചോദിച്ചാൽ PSC തന്നെ തരും. വേഗത, കൃത്യത അല്ലെ, താപനില, വോൾട്ടേജ് എക്സെട്ര. ഓക്കെ കേട്ടോ. കൃത്യത എന്നുള്ളത് ഒഴിവാക്കിയാണ്. അപ്പം ഇത്രയാണ് അനലോഗ് കമ്പ്യൂട്ടർ. എന്നാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ നമുക്ക് എല്ലാം ഫെമിലിയർ ആണല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, സ്മാർട്ട് ഫോൺസ് പോലും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ വേർഷൻ ആണ് കേട്ടോ. ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. എന്താ ബൈനറി? 0ഉം 1ഉം മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് ബൈനറി. അപ്പൊ നമ്മൾ ഓർക്കും, പിന്നെ ഹായ് അയച്ചത് എങ്ങനെയാ? ഇതിലെ H എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് കോഡ് ഉണ്ട്. ഇത് കറക്റ്റ് അല്ല, എന്നാലും പറയാം 00101100 എന്നുള്ളതായിരിക്കും Hന്റെ കോഡ്. അപ്പൊ ബൈനറി വെച്ച് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതെല്ലാം ബൈനറി ആയിട്ട് കൺവേർട്ട് ആവും. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ ബൈനറി ആണ്. ബൈനറിയിൽ 0ഉം 1ഉം ആണുള്ളത്. 0ഉം 1ഉം വെച്ചുള്ള കോമ്പിനേഷനിലാണ് മൊത്തം പോകുന്നത്. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളുണ്ട്. അനലോഗ് കമ്പ്യൂട്ടർ എന്താ വേരിയിങ് സംഭവങ്ങളെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ കമ്പ്യൂട്ടർ ബൈനറി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. ചുമ്മാ അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഓക്കെ. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയാ? രണ്ടും കൂടെ ഉള്ള ഫീച്ചേഴ്സ് ഉള്ളതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അത്രയും മതി അവിടെ. ഓക്കെ. ഇനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലോട്ട് പോവാം. നമ്മള് എന്താ പറയാ, ഈ നോക്കിക്കേ, അതിസങ്കീർണമായ ജോലികൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അല്ലെ, അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥ പ്രവചനം, ഇതൊക്കെ നോർമൽ സിസ്റ്റത്തിലല്ല. ഇതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ. നോർമൽ കമ്പ്യൂട്ടേഴ്സ് അല്ല, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്താ പറയുക, അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഭയങ്കര വലുതാ, പ്രോസസ്സിംഗ് സ്പീഡ് ഭയങ്കര വലുതാ. എന്താ പ്രോസസ്സിംഗ് സ്പീഡ് എന്നൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ നമ്മള് ഫോണില് യൂട്യൂബ് തുറക്കുക, ചില ഫോണിൽ അതൊരു 3 സെക്കൻഡ് എടുക്കും, ചില ഫോണിൽ ഒരു 5 സെക്കൻഡ് എടുക്കും. അപ്പൊ രണ്ടിന്റെയും പ്രോസസ്സിംഗ് സ്പീഡ് ഡിഫറെന്റ് ആണ്. ഓപ്പൺ ആയി വരുന്ന സ്പീഡിനാണ് പ്രോസസ്സിംഗ് സ്പീഡ് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി അല്ലെ. അപ്പം അതേപോലെ വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ അപ്പൊ എത്ര നേരം എടുക്കും? അതിന് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വേണം. ഓക്കെ. അപ്പം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര
പ്രോസസ്സിംഗ് സ്പീഡ് ഉള്ളതാണ്. അത്രയും മതി. ഇനി നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഈ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഈ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അളക്കുന്നത് എന്തിനാണെന്നറിയാമോ? യൂണിറ്റ് ചോദിച്ചാൽ ഫ്ലോപ്പ് ആണെന്ന് ഓർത്തു വെച്ചോളൂ. ഫ്ലോപ്സ് ഓപ്ഷനിൽ ഇത് അല്ലാതെ കണ്ടാൽ നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ലല്ലോ. ഇല്ല, പിന്നെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫ്ലോപ്സ് എന്ന് കൊടുക്കാൻ പോയല്ലേ, അത് അങ്ങനെ വിചാരിക്കും. അപ്പം ഇതൊന്ന് ഓർത്തോണേ. എന്താ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റിന് പറയുന്നതാണ് ഫ്ലോപ്സ് എന്ന്. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്ലോപ്സ്. ഓക്കെ അല്ലേ? ഫ്ലോപ്സ് ഓർത്തു വെച്ചോണം. ഓക്കെ. അതേപോലെ സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമായി വിപണിയിൽ എത്തിച്ച കമ്പനിയുടെ പേരാണ് കൺട്രോൾ ഡേറ്റ കോർപ്പറേഷൻ. ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയോ? നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നോക്കിക്കേ. ഒന്ന്, താഴെ പറയുന്നതിൽ കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ പെട്ടത് ഏതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സ്പീഡ്, ആക്യുറസി, വെർസറ്റാലിറ്റി അല്ലെ, ഒരു റിവിഷൻ പോലെ. ഓക്കെ. അടുത്ത് നോക്കിക്കേ. കമ്പ്യൂട്ടറിൽ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടും. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താ അറിയപ്പെടുക? ഡേറ്റ അല്ലെ. അടുത്ത കമ്പ്യൂട്ടറിനുള്ള പേടി. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സൈബർ, പേടി എന്ന് പറഞ്ഞാൽ ഫോബിയ. ഇപ്പൊ സൈബർ ഫോബിയ ആണ് അല്ലെ. ഓക്കെ. ഇനി കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? നമുക്ക് വിവരങ്ങളായി കിട്ടുമല്ലേ. ഓക്കെ. അപ്പം വിവരങ്ങളെ നമുക്ക് കിട്ടുന്നതിന് പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, നമുക്ക് കിട്ടുന്നത് ഇൻഫോർമേഷൻ, ഔട്ട്പുട്ട് ആണ് ഇൻഫോർമേഷൻ. ഓക്കെ. ഇനി ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നതിന് എന്താ പറയാ? ഡേറ്റ പ്രോസസ്സിംഗ്. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഇല തുടങ്ങുക, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആണ്. ഇങ്ങനെയൊക്കെ ഓർത്തു വെച്ചോണേ. അല്ലാതെ ഇത് ബൈഹാർട്ട് ഒന്നും ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യം ഇല്ല. നമുക്ക് ഓപ്ഷൻ കണക്ട് ചെയ്താൽ മാത്രം മതിയെ. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ, കൊമേഴ്ഷ്യലി അവൈലബിൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി ആണ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ യൂണിവാക് കിട്ടും. ENIAC കിടക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ ആണ്. ലോഗരിതം ടേബിൾ തയ്യാറാക്കിയത് ആരാണ്? ടേബിളിൽ വെച്ചാണ് തേയ്ക്കുന്നത്. നേപ്പിയർ ആക്കിയതില്ലേ നമ്മള്? ജോൺ നേപ്പിയർ ആണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുക കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഡിജിറ്റൽ കമ്പ്യൂട്ടർ കേട്ടോ, ഓർത്ത് വെച്ചോണേ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ടിഫ്രാക്ക്. ഓക്കെ. താഴെ പറയുന്നതിൽ അനലോഗ് കമ്പ്യൂട്ടർ, അതൊക്കെ പൊക്കോട്ടെ. ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത് ഏതാ? ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് അല്ലെ. താഴെ പറയുന്ന അനലോഗ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നില്ല. അപ്പോഴേ ഇത് ക്യാൻസൽ ആയി. ഞാനിത് ഒഴിവാക്കിയത് കാരണം അത്ര പ്രയോറിറ്റി ഇല്ല. ഓക്കെ. അപ്പൊ അത് വിട്ടേരെ. തന്മാത്ര വിശകലനം, ബഹിരാകാശ ഗവേഷണം, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നോർമൽ കമ്പ്യൂട്ടേഴ്സ് ആണോ? അല്ല, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ ബേസിക്കലി പഠിച്ച കുറെ കാര്യങ്ങളും അതിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസും കിട്ടിയല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയുന്നത് സീമോർ ക്രേ ആണ്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആര്? ഓക്കെ, സീമോർ ക്രേ. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരും ചോദിക്കും, ജോൺ മക്കാർത്തിയുമാണ്. അതിനി വരുമ്പോ പറയാം. ഇത് നോക്കിക്കേ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് സീമോർ ക്രേ. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേ ആണ്. റെഡി? ഇനി ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് വിജയ് പി ഭട്കർ. റെഡി? അപ്പം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് വിജയ് പി ഭട്കർ. നമ്മള് സൂപ്പർ കമ്പ്യൂട്ടർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മള് അമേരിക്കയോട് ഹെൽപ്പ് ചോദിച്ചായിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? ഈ സൈഡിലത്തെ പോസ്റ്റ് നോക്കിയേ, അമേരിക്കൻ റിജക്റ്റഡ് ടു ഗീവ് സൂപ്പർ കമ്പ്യൂട്ടർ ടു ഇന്ത്യ ഇൻ 1991. അല്ലെ, നമ്മൾ ആയിട്ടില്ല അങ്ങോട്ട്, അതുകൊണ്ട് തരുന്നില്ല എന്നുള്ള ഒരു സമീപനമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഈ വിജയ് പി ഭട്കർ ആൻഡ് ടീമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല പുറത്തുനിന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് കിട്ടുമല്ലോ, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കറും സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയുന്നത് സീമോർ ക്രേ. രണ്ടും ഓർത്തു വെച്ചോളൂ. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കറും. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേയും ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കറുമാണ്. ഓക്കെ, ഇനി ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് CDC 6600. ഈ CDC എന്താന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞതാ. എന്താ? കൺട്രോൾ ഡേറ്റ കോർപ്പറേഷൻ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമേ വിപണിയിൽ എത്തിക്കുന്ന കമ്പനിയാണ് കൺട്രോൾ ഡേറ്റ കോർപ്പറേഷൻ അല്ലെ. അപ്പം ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600. CDC 6600 ആണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഇനി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാ? സീമോർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ചോദിച്ചാലോ വിജയ് പി ഭട്കറുമാണ്. ഓക്കെ അല്ലെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കർ. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയോ? ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേ ആണ്. സോറി, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേയും ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കറുമാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? CDC 6600ഉം
ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്. ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒന്ന് കേട്ട് വെച്ചോണേ. ഏക, ഓക്കെ, പരം, പത്മ, കബ്രു, ബ്ലൂ ജീൻ, ഇതൊക്കെ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി കേട്ടോ. പരം UR2 വികസിപ്പിച്ചത് CDAC ആണ്. ഈ CDAC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്ന ടീമുകളാണ്. ഓക്കെ അല്ലേ, കോർപ്പറേഷൻ ആണ്. അപ്പം പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറിലെ മുഖ്യ ശില്പിയാണ് വിജയ് പി ഭട്കർ. ഈ വിജയ് പി ഭട്കറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പരം സീരീസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്, പത്മ സീരീസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്, കബ്രു സീരീസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇനി ISRO വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്ന് അറിഞ്ഞു വെക്കണം. സാഗ 220. ഓക്കെ, ISRO വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് സാഗ 220 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ISRO വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ 220. അപ്പൊ സാഗയും സൂപ്പർ കമ്പ്യൂട്ടറാണ്, പത്മ, പരം ഇതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. റെഡി അല്ലേ? അത്രയും മതി ഇവിടെ. അപ്പൊ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാ? വിജയ് പി ഭട്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? പരം 8000 അല്ലെ. ഈ പേജ് ഒന്നുകൂടെ നോക്കിക്കോ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ സീമോർ ക്രെയും ആണ്. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചാൽ CDC 6600 ആണ്. ഓക്കെ അല്ലേ? ശരി. പിന്നെ ISRO വികസിപ്പിച്ചിരുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? സാഗ 220. നോക്കിക്കേ, ഈ സാഗ 220 സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. ഓക്കെ, അപ്പം സാഗ 220 ആണെങ്കിൽ തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. റെഡി. അതേപോലെ ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട് അനുപം. ഇതോട് ഓർമ്മിച്ചോളൂ. ബാർക്കില്ലേ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അപ്പൊ ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അനുപമാണ്. ഓക്കെ, ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അനുപം. ബാർക്ക് വികസിപ്പിച്ചെടുത്തത് അനുപമാണ് അല്ലെ. അപ്പൊ ഒന്നുകൂടെ നമ്മൾ എഴുതണം. ISRO വികസിപ്പിച്ചെടുത്തത് സാഗ 220. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000 അല്ലെ. ഓക്കെ, അതേപോലെ ബാർക്ക് വികസിപ്പിച്ചെടുത്തതാണ് അനുപം. ഇങ്ങനെ പറയണം കേട്ടോ. റെഡി അല്ലേ? പിന്നെ സിക്കിം NIT സ്ഥാപിച്ചിട്ടുള്ളത് പരം കാഞ്ചൻജംഗ. വായിച്ചു വിടുക. പക്ഷെ ബാർക്കിന്റെ അനുപമാണെന്നും ISROയുടെ സാഗ 220 ആണെന്നും ഉള്ളത് ബൈ ഹാർട്ട് ചെയ്തേ പോകാവൂ. ഓക്കെ, ഇനി നോക്കി. കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് KC. കൽപ്പന ചൗളയുടെയാണ് KC. ഓക്കെ, അപ്പൊ കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KC ആണ്. അത് അമേരിക്കയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയത്, ഇതേ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോളൂ. ഫുഗാക്കു അല്ല ഇപ്പം. നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോ നിലവിൽ ഫസ്റ്റ് ഉള്ളത് ഫ്രോണ്ടിയർ ആണ്. ഫ്രോണ്ടിയർ USA കേട്ടോ, USA. രണ്ടാമത്തേതാണ് ഇപ്പം ഫുഗാക്കു. കണ്ടോ, നമ്മൾ എപ്പോഴും നിലവിലത്തെ എന്ന് പറഞ്ഞ് എന്ത് പഠിച്ചാലും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഫസ്റ്റ് ഇപ്പൊ എന്താ? ഫ്രോണ്ടിയർ. ഫസ്റ്റ് ഫ്രോണ്ടിയർ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫ്രോണ്ടിയർ ആണ് USA. രണ്ടാമത്തേതാണ് ഫുഗാക്കു ജപ്പാൻ. മൂന്നാമത്തെ സമ്മിറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ അറിഞ്ഞു വെക്കണ്ടേ, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ നിലവിലേതാ? ഫ്രോണ്ടിയർ ആണ് USA. രണ്ടാമത്തേത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഗാക്കു ജപ്പാന്റെ ആണ്. ഓക്കെ അല്ലേ? അപ്പം പഴയ പേരുകൾ കുറച്ചൊന്ന് പറഞ്ഞാലോ. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? CDC 6600. പുറത്തെടുക്കുമല്ലോ. ശരി. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? പരം 8000 അല്ലേ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? ഫ്രോണ്ടിയർ USA ആണ് അല്ലെ. അപ്പൊ നമുക്കിതൊന്ന് തിരുത്തിയിട്ടേക്കാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഫുഗാക്കു. ഒന്ന് ഫ്രോണ്ടിയറും ആണ്. റെഡി അല്ലേ? മൂന്നാമത്തേതാണ് സബ്മിറ്റ്. ഇപ്പൊ സബ്മിറ്റ് മൂന്നാമത്തേതുമായി. മനസ്സിലായല്ലോ അല്ലെ? ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നോണം. അപ്പൊ ഒന്നാമത്തേത് ഫ്രോണ്ടിയർ USA, രണ്ടാമത്തേത് ഫുഗാക്കു, മൂന്നാമത്തേതാണ് സബ്മിറ്റ് ആയി മാറുന്നത്. റെഡി. ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് മിഹിർ. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ മിഹിർ. അപ്പൊ മിഹിറും ഇന്ത്യയിലത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സീരീസ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, മിഹിർ എന്നുള്ളത്. അപ്പൊ ISROയുടെ ഏതായിരുന്നു ഓർമ്മയുണ്ടോ? സാഗ 220 അല്ലെ. ഓക്കെ, അതേപോലെ ബാർക്ക് വികസിപ്പിച്ചെടുത്ത ഏതായിരുന്നു? അനുപമുമായിരുന്നു അല്ലെ. ഇനി നോക്കിക്കേ, ഇന്ത്യയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരമസിദ്ധി AI. ഇത് ഓർത്ത് വെച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരം സിദ്ധി കേട്ടോ.
അപ്പം പരംസിദ്ധി AI. ഇവിടെ റാമേ ഉള്ളല്ലോ, പരം ആണ് കേട്ടോ. അപ്പൊ പരമസിദ്ധി AI ആണ്. നമ്മുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു ഓർമ്മയുണ്ടോ? പരം 8000 ആയിരുന്നു അല്ലെ? പരം 8000 ആയിരുന്നു. നിലവിലത്തെ പരംസിദ്ധി AI ആണ് ഇന്ത്യയിലത്തെ ഫാസ്റ്റസ്റ്റ്. റെഡി? ഇനി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരമശിവം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഒരു മിഷന്റെ ഭാഗമായി നിർമ്മിച്ചത് ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് വരും. ഇവിടെ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കമ്പ്യൂട്ടറിന്റെ തലമുറകൾ, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. കമ്പ്യൂട്ടർ തലമുറയെ നമ്മൾ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വർഷങ്ങളൊന്നും ഇങ്ങനെ ഓർത്ത് വെക്കണ്ട. കാരണം നമ്മൾ PSC കാണുന്നതൊന്നും നിങ്ങൾ ബാക്കി തപ്പുമ്പോഴും പല റാങ്ക് ഫയൽസിലും പലതും SCRTയിലും NCRTയിലും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ തലമുറകൾ ഒന്ന് ഈ കാലഘട്ടം ഏകദേശം അറിയാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ബൈ ഹാർട്ട് ചെയ്യുകയേ വേണ്ട. അപ്പൊ 5 ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ ഉള്ളത് അല്ലെ? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ ഓർത്ത് വെച്ചോളാം. ഇതിലെ 1ാം ജനറേഷന്റെ കാലഘട്ടമായി തന്നിട്ടുള്ള കാലഘട്ടം ബൈ ഹാർട്ട് ചെയ്യേണ്ട. 2ാം കാലഘട്ടം, 3ാം കാലഘട്ടം ഇങ്ങനെ തന്നിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഓരോ തലമുറയിലത്തെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ത് എന്നുള്ളത്. അതിന് മുന്നേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് നോക്കിയാലോ. ഇപ്പം ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറാണ് മിച്ചിഗൻ മൈക്രോമോട്ട്. മിച്ചിഗൻ, ഇച്ചരയുള്ള മിച്ചിഗൻ കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചരയുള്ള മിച്ചിഗൻ മൈക്രോമോട്ട്. അത് നോക്കണം. ദേ ഇത് കണ്ടോ, ഒരു കുഞ്ഞു ലോറി പോലെ ഇരിക്കുന്നത്. ഇതൊരു കോയിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറാണ് ഇത്. അതേപോലെ അരിമണി ഇല്ലേ, അതുമായി കമ്പയർ ചെയ്തിട്ടുള്ള പടത്തിലാണ് ഇപ്പം ഞാൻ കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത്ര സൈസ് കമ്പാരിസൺ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പോട്ടെ, ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറാണ് മിച്ചിഗൻ മൈക്രോമോട്ട്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ, പോർട്ടബിൾ ആണ് ഓസ്ബോൺ 1 കേട്ടോ. പോർട്ടബിൾ ആണെങ്കിൽ ഓസ്ബോൺ 1 ആണ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ആണ് ഓസ്ബോൺ 1. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ 1 ആണ്. റെഡി അല്ലേ? ഓസ്ബോൺ 1 ആണ്. ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ ആണെങ്കിൽ ആൾടെയർ 8800 ആണ്. അപ്പൊ കുറെ പേരുകളാകുമ്പോൾ കൺഫ്യൂഷൻ ആവും അല്ലെ? നമുക്ക് പതിയെ പഠിച്ചെടുക്കാം. ആദ്യത്തെ പോർട്ടബിൾ ആണെങ്കിൽ ഓസ്ബോൺ 1 ആണ്. പോർട്ടബിൾ ആണെങ്കിൽ ഓസ്ബോൺ 1 ആണ്. ഓക്കെ അല്ലേ? ശരി. ഇനി പേഴ്സണൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ആൾടെയർ 8800. പേഴ്സണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർ ആൾട്ടോ 800 ആണെന്ന് ഓർത്താൽ മതി. പേഴ്സണൽ ആയിട്ട്. അപ്പൊ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾടെയർ 8800 ആണ്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടർ തലമുറകളിലേക്ക് പോവുക. നമ്മൾ പറഞ്ഞു 5 ജനറേഷനായിട്ട് പ്രധാനമായിട്ടും തരംതിരിക്കാൻ പറ്റും അല്ലെ? 1ാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏത്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ആണല്ലോ. 1ാമത് ഏതാ? വാക്വം ട്യൂബ് ആണ്. ഓക്കെ, 1ാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് വാക്വം ട്യൂബ് ആണ്. വാക്വം ട്യൂബുകൾ 1ാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വാക്വം ട്യൂബുകളാണ്. 1ാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC അല്ലെ? ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഏതായത്? യൂണിവാക്, പിന്നെ എഡിസാക്, എഡുവാക്, ഇതൊക്കെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ, ടെക്നോളജി എന്തായിരുന്നു? വാക്വം ട്യൂബ് ആയിരുന്നു. 1ാമത്തത് വാക്വം ട്യൂബ്. 1ാമത്തത് വാക്വം ട്യൂബ്. ഇനി നമ്മൾ 2ാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിലോട്ട് പോവാം. 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത് ട്രാൻസിസ്റ്റർ ആയിരുന്നു. 1 വാക്വം ട്യൂബ്, 2ാമത്തെ ട്രാൻസിസ്റ്റർ. ഓക്കെ, 1ാമത്തെ വാക്വം ട്യൂബ്, 2ാമത്തേതാണ് ട്രാൻസിസ്റ്റർ. 1 വാക്വം ട്യൂബ്, 2 ട്രാൻസിസ്റ്റർ. റെഡി? ഇനി 2ാമത്തെ ജസ്റ്റ് പേരുകൾ ഒന്ന് വായിച്ചു നോക്കുക, ബൈ ഹാർട്ട് ഉണ്ട്. പക്ഷെ 1ന്റെ പഠിക്കണം, 2ന്റെ ഒന്ന് വായിച്ചു വയ്ക്കാം. IBM 650, CDC 3600 എക്സെട്ര. IBM 1401 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ IBM 1401 2ാം ജനറേഷൻ കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്റർ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ ട്രാൻസിസ്റ്റർ ആണ്. അത് ഏതൊരെണ്ണം ഒരു എക്സാമ്പിൾ പറയാം? IBM 1401 ആണ്. ഓക്കെ, അപ്പോ പറയട്ടെ, ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? ഇന്ത്യയുടെ ഓർമ്മയുണ്ടോ? പരം 8000 ആണ് അല്ലെ? പരം 8000 ആണ്. എന്നാൽ ഇന്ത്യയുടെ നിലവിലത്തെ ഏറ്റവും ഫാസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? പരമസിദ്ധി AI ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതായിരുന്നു? ഓസ്ബോൺ ആയിരുന്നു അല്ലെ? ഓസ്ബോൺ ആയിരുന്നു പോർട്ടബിൾ. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറോ? പേഴ്സണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാ? ആൾട്ടോ 800 എന്ന് പറഞ്ഞു. ആൾടെയർ 8800 അല്ലെ? അപ്പൊ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾടെയർ 8800, പോർട്ടബിൾ ആണെങ്കിൽ ഓസ്ബോൺ ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000 ആയിട്ടുള്ളത്.
ലോകത്തിലെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് CDC 6600. ഇത്ര ഓക്കെ അല്ലേ? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് വാക്വം ട്യൂബ് ആണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് ട്രാൻസിസ്റ്റേഴ്സുമാണ്. ഓക്കെ, ഇനി മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് IC ചിപ്പുകൾ, അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ. നമ്മൾ ഈ എന്ത് കളിപ്പാട്ടങ്ങളും ഇലക്ട്രോണിക് സംഭവങ്ങളും പൊട്ടിച്ചാലും മിക്കവാറും പൊട്ടിച്ചു കളയല്ലേ, ഇതുപോലത്തെ ബോർഡുകൾ കാണും. ഇതാണ് IC കേട്ടോ, IC-കൾ. അപ്പൊ ഇതിൽ ഈ ബോർഡിലുള്ളതാണ് IC-കൾ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയും. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പൊ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ IC ചിപ്പുകൾ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അപ്പൊ ഒന്നിൽ എന്തായിരുന്നു? വാക്വം ട്യൂബ്സ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തേതിൽ എന്തായിരുന്നു? ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. മൂന്നാമത്തേൽ എന്താണ്? IC ചിപ്പുകളാണ്. അപ്പൊ 1, 2, 3 ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ 4ലോട്ട് പോവാണ്. നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് VLSI മൈക്രോ പ്രൊസസർ ആണ്. ഓക്കെ, ഇത്ര ഓർത്താൽ മതി. നാലാം ജനറേഷനിൽ PSC എപ്പോഴും ചോദിക്കുന്നത് മൈക്രോ പ്രൊസസർ എന്ന് വെച്ചാൽ. മൈക്രോ പ്രൊസസർ ഏത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കുന്നതെന്നാ PSC ചോദിക്കുന്നത്. VLSI എന്നൊന്നും തരുന്നില്ല, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക, VLSI മൈക്രോ പ്രൊസസർ ആണ്. ഈ മൈക്രോ പ്രൊസസർ ആണെങ്കിൽ 4ല്. അപ്പോ മൊത്തം ഒന്ന് റീകളക്ട് ചെയ്തേ. 1ല് വാക്വം ട്യൂബ്സ്, 2ല് ട്രാൻസിസ്റ്റേഴ്സ്, 3ല് IC ചിപ്പ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, 4ല് മൈക്രോ പ്രൊസസർ, 5ലാണെങ്കിലോ ULSI മൈക്രോ പ്രൊസസർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, ULSI എന്ന് തരും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ 4ലും 5ലും വരുന്ന വ്യത്യാസം കണ്ടോ? ULSI തന്ന അത് 5, 4ലാണെങ്കിൽ VLSI ആണ്. ഓക്കെ, അപ്പം ഈ ഓർഡർ അങ്ങ് ഓർത്താൽ മതി കേട്ടോ, ഇതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം 4ലാണെങ്കിൽ മൈക്രോ പ്രൊസസർ, 5ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 5ാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഇല്ലേ? നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഹാർഡ്വെയർ. അതിന് മുന്നേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് വരാം, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഈ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയും സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫ്ലോപ്സ് ആണ് അല്ലെ, ഫ്ലോപ്സ് ആണ്. അപ്പൊ സാധാ കമ്പ്യൂട്ടറുകളുടെ സ്പീഡ് അളക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അറിയാമോ? മിപ്സ് എന്ന് പറയും കേട്ടോ, മിപ്സ് എന്ന് പറയും, MIPS, മിപ്സ് ആണ്. മൗസിന്റെ സ്പീഡ് അളക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? മിക്കിയു ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മിപ്സും മിക്കിയും ഓർത്തോണം. ഇനി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാര്? ഇപ്പം വിജയ് ഭട്കറിനെ കണ്ട് ചാടി കയറി വീടിനെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ചോദിച്ചിട്ടുള്ളത് അത് സീമോർ ക്രേ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിനെ ചോദിക്കുമ്പോൾ അല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് കൂട്ടത്തിൽ ആരാ? വിജയ് ഭട്കർ ആണ്. സീമോർ ക്രേ എന്തായിരുന്നു? സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായിരുന്നു അല്ലെ. ഇനി ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? CDC 6600. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. CDC 6600 അല്ലെ, ലോകത്തിലെ ആദ്യത്തെ. ഇന്ത്യയുടെ ആദ്യത്തെ ചോദിച്ചാൽ അറിയാമല്ലോ അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? പരം 8000 ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത ആളാരാ? വിജയ് ഭട്കർ ആണ്. അപ്പൊ റിവിഷൻ നല്ലപോലെ ആയല്ലേ. ഓക്കെ, ISRO വികസിപ്പിച്ചതോ ഏതാ? സാഗ 220 അല്ലെ. ഓക്കെ, ഇനി ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറോ ഏതായിരുന്നു? അനുപമാണ് അല്ലെ. ബാർക്കിൻ്റെത് അനുപം. ഓക്കെ, പിന്നെ കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം സൂപ്പർ കമ്പ്യൂട്ടർ ഏത് രാജ്യമായിരുന്നു? KC എന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടർ അമേരിക്കയുമാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വേഗത ഏറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഈ കൂട്ടത്തിൽ ഏതാ? ഫ്രോണ്ടിയർ ആണ്. ഓക്കെ, ഫ്രോണ്ടിയർ ആണ്, ഓർത്തിട്ടോണേ, ഫ്രോണ്ടിയർ. രണ്ടാമത്തെ ചോദിച്ചാലാണ് ഫുഗാക്കു. ഓക്കെ, രണ്ടാമത്തെ ചോദിച്ചാലാണ് ഫുഗാക്കു. ഇത് ഓർത്ത് വെച്ചോളൂല്ലോ അല്ലെ. ശരി, മൂന്നാമത്തേതാണ് സബ്മിറ്റ്. ഓക്കെ, മൂന്നാമത്തേതാണ് സബ്മിറ്റ്. അപ്പം 1, 2, 3. ഇനി ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഈ കൂട്ടത്തിൽ ഏതാണ്? അപ്പോഴേ ഈ പ്രത്യുഷ് ഓപ്ഷനിലുണ്ട്. പ്രത്യുഷ് രണ്ടാമത്തേതാണ് ആക്ച്വലി. ഒന്നേതാ? പരം, സിദ്ധി, AI മറക്കത്തില്ലല്ലോ. അപ്പൊ മിഹിർ എന്താവും? മൂന്നാം സ്ഥാനത്താവും അല്ലെ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ, ചെറിയത് ഇച്ചിരി ഉള്ളൂ, മിച്ചിഗൻ അല്ലെ. മിച്ചിഗൻ മൈക്രോമോട്ട് ആണ്, മോക്രോമോട്ട് അല്ല, മൈക്രോമോട്ട് ആണ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ഓക്കെ, പേഴ്സണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതായിരുന്നു? ആൾട്ടോ 800 ആയിരുന്നു. അപ്പൊ നോക്കിയോ, ഓൾടെയർ 8800. ഓക്കെ, ഓൾടെയർ 8800 ആണ്. ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ
ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ ഏതാ? ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ENIAC, കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ അല്ലെ, യൂണിവാക് ഒക്കെ അല്ലെ. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ വാക്വം ട്യൂബ്സ് ആണ് അല്ലെ. ഇനി അടുത്തൊരെണ്ണം ചോദിച്ചേക്കുക, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അയ്യോ അല്ലെ, നമ്മൾ ഒന്ന് വാക്വം ട്യൂബ് പഠിച്ചു, 2 ട്രാൻസിസ്റ്റേഴ്സ്, 3 IC ചിപ്പ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ളത് ഏത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്? മൂന്നാമത്തേതിൽ. 1 വാക്വം ട്യൂബ്സ്, 2 ട്രാൻസിസ്റ്റേഴ്സ്, 3 ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെ. ഇനി താഴെ തന്നിട്ടുള്ള വാക്വം ട്യൂബ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ഏതാ? അപ്പൊ വാക്വം ട്യൂബ് ഫസ്റ്റ് ജനറേഷൻ. അതിന്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് അറിയാം. ENIAC അല്ലെ, യൂണിവാക്, എഡ്വാക്, അതാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ ജനറേഷന്റെ അല്ലെങ്കിലും ഫസ്റ്റ് ജനറേഷൻ പ്രയോറിറ്റി കൊടുത്തിരിക്കണം. 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ പ്രധാന സവിശേഷത എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. ഇവിടെ ULSI അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയും അല്ലെ. 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിലോ 1 വാക്വം ട്യൂബ്സ്, 2 ട്രാൻസിസ്റ്റേഴ്സ്, 3 IC ചിപ്പുകൾ, 4 മൈക്രോ പ്രോസസർ അല്ലെ, VLSI മൈക്രോ പ്രോസസർ അല്ലെ. അപ്പം VLSI മൈക്രോ പ്രോസസർ. 5 ULSI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ ആയിട്ട് കിട്ടിയോ? ഇത്തരം സംഭവങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്കി ക്ലാസ്സുകൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഭാഗം കാണാം.